നമ്മുടെ സംസ്ഥാന പക്ഷിയായ മലമുഴക്കി വേഴാമ്പൽ ഉൾപ്പെടെ 9 സ്പീഷീസ് വേഴാമ്പൽ നമുക്ക് ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ 9 സ്പീഷീസ് വേഴാമ്പൽ അല്ലെങ്കിൽ ഹോൺബിൽസിനെ കുറിച്ചാണ്. ഹലോ എവരിവൺ, എൻ്റെ പേര് ഡേവിഡ് രാജു. ഞാൻ നാച്ചുറലിസ്റ്റ് ആണ്. ഇന്നത്തെ വീഡിയോ വേഴാമ്പലുകളെ കുറിച്ചാണല്ലോ. ലോകത്താകമാനം 62 സ്പീഷീസ് വേഴാമ്പലുകൾ കാണപ്പെടുന്നുണ്ട്. അത് ഏഷ്യയിലും ആഫ്രിക്കയിലുമായിട്ടാണ് ഈ വേഴാമ്പലുകളൊക്കെ കാണപ്പെടുന്നത്. വേഴാമ്പലുകൾക്ക് ഇംഗ്ലീഷിൽ ഹോൺബിൽ എന്നാണ് പേര് വിളിക്കുന്നത്. ഈ പേര് വരാനായിട്ടൊരു കാര്യം അതിൻ്റെ ചുണ്ടിൻ്റെ പ്രത്യേകത കൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ചുണ്ടിൻ്റെ മേൽഭാഗത്തായിട്ട് മകുടം പോലൊരു ഭാഗമുണ്ട്. അതിന് ഇംഗ്ലീഷിൽ കാസ്ക് എന്നാണ് പറയുന്നത്. അതൊരു ഹോണിൻ്റെ ഷേപ്പിലൊക്കെ ഇരിക്കുന്നതുകൊണ്ട്, കൊമ്പ് പോലെ ഇരിക്കുന്നതുകൊണ്ടാണ് ഹോൺ ബില്ലെന്ന് പേര് വരാനായിട്ട് കാര്യം. ഇന്ത്യയിൽ നമുക്ക് 9 സ്പീഷീസ് വേഴാമ്പലുകളാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ കേരളത്തിൽ നമുക്ക് 4 സ്പീഷീസ് വേഴാമ്പലുകൾ കാണപ്പെടുന്നുണ്ട്. ഈ വേഴാമ്പലുകളൊക്കെ വളരെ പ്രത്യേകതയുള്ള പക്ഷികളാണ്. അപ്പോൾ ആദ്യം അതിൻ്റെ പൊതുവായിട്ടുള്ള കുറേ പ്രത്യേകതകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. അതിനുശേഷം നമുക്ക് സ്പീഷീസിൽ ഓരോന്നായിട്ട് പരിചയപ്പെടാം. ഈ വേഴാമ്പലുകളൊക്കെ നല്ല വലുപ്പമുള്ള പക്ഷികളാണ്. ഇവ സാധാരണയായിട്ട് കറുത്ത നിറത്തിലോ അല്ലെങ്കിൽ വെളുത്ത നിറത്തിലോ ചാര നിറത്തിലോ ഒക്കെയാണ് സാധാരണ ഇവരുടെ കളറുകളൊക്കെ. അതേസമയം ഇതിൻ്റെ കഴുത്തിലെ കളറും ഇതിൻ്റെ ചുണ്ടിലെ കളറും കണ്ണിന് ചുറ്റുമുള്ള ബ്രൈറ്റായിട്ടുള്ള കളറും ഒക്കെയാണ് ഇവരെ കൂടുതൽ ഭംഗിയുള്ളവരാക്കുന്നത്. മറ്റു പക്ഷികളെ അപേക്ഷിച്ചിട്ട് ഇവർക്ക് വളരെ വലുപ്പമുള്ള ഇങ്ങനെ വളഞ്ഞ രീതിയിലുള്ള ചുണ്ടുകളാണ് ഇവർക്കുള്ളത്. അതോടൊപ്പം തന്നെ ഈ ചുണ്ടിൻ്റെ മേളിലായിട്ട് മകുടം പോലുള്ള കാസ്ക് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കണ്ടാൽ നമുക്ക് എളുപ്പത്തിൽ വേഴാമ്പലുകളെ മറ്റു പക്ഷികളിൽ നിന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഈ മകുടത്തിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ സൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഈ സൗണ്ട് വളരെ ഉച്ചത്തിൽ കേൾപ്പിക്കാനായിട്ട് ഈ മകുടം ഇവരെ സഹായിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ഇണയെ ആകർഷിക്കുന്നതിലൊക്കെ ഈ മകുടം വളരെയേറെ പങ്കുവഹിക്കാറുണ്ട്. ഇനി ഈ പക്ഷിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂട് കൂട്ടുന്നത് അല്ലെങ്കിൽ നെസ്റ്റിംഗ് ആണ്. നമ്മൾ ഒരുപക്ഷെയൊക്കെ എല്ലാവരും കേട്ടിട്ടുള്ള കഥകളായിരിക്കും ഹോൺബിലിൻ്റെ നെസ്റ്റിങ്ങിനെ കുറിച്ച്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കാര്യമായിട്ടൊന്ന് നോക്കാം. സാധാരണ വേഴാമ്പലുകൾക്കൊക്കെ ജീവിതകാലം മുഴുവൻ ഒരു ഇണയെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാവാം. ഒരു ഇണ ചത്തുപോയി കഴിഞ്ഞാൽ വേറെ ഇണയൊക്കെ കണ്ടെത്തുന്നതായിട്ട് പല പഠനങ്ങളൊക്കെ തെളിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ നെസ്റ്റിംഗ് പ്രോപ്പറായിട്ട് സർവൈവ് ആയില്ലെങ്കിൽ ആ സമയത്തുമൊക്കെ ഈ ഇണകൾ വേർപിരിയുന്നതായിട്ടൊക്കെ പല പഠനങ്ങളൊക്കെ തെളിയിച്ചിട്ടുണ്ട്. പൊതുവെ കൂട് കൂടുന്നതിന് 1-2 മാസം മുമ്പ് തന്നെയൊക്കെ ഈ വേഴാമ്പലുകളൊക്കെ പ്രണയചേഷ്ടകളൊക്കെ കാണിച്ചു തുടങ്ങും. കൊക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടിച്ചും പറന്ന് നിന്നിട്ട് വായുവിൽ വെച്ചിട്ട് ഈ കൊക്കുകളൊക്കെ കൂട്ടിമുട്ടിച്ചൊക്കെ ഇവർ പ്രണയചേഷ്ടകളൊക്കെ കാണിക്കാറുണ്ട്. അതിനുശേഷം മെയിലും ഫീമെയിലും ഒരുമിച്ച് ഉയരമുള്ള മരങ്ങളിലൊക്കെ പൊത്തുകളൊക്കെ കണ്ടെത്തിയിട്ട് അതിൻ്റെ അകത്ത് കൂടൊരുക്കി തുടങ്ങും. സാധാരണയായിട്ട് ഒരു പൊത്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തോട്ട് ഫീമെയിലിന് കയറാൻ പറ്റുന്ന രീതിയിലുള്ള വലുപ്പത്തിലാക്കുകയാണ് ആദ്യത്തെ പണി. അപ്പോൾ ചില സമയത്തൊക്കെ ഈ കൂടിൻ്റെ വെളിയിലിരുന്നിട്ട് ഈ കൂടിൻ്റെ പുറത്തുള്ള ചെറിയ ഇതിൻ്റെ കമ്പുകളും ബ്രാഞ്ചുകളും ഒക്കെ കുറേയേറെ കൊത്തി കുറേ സമയം എടുത്തിട്ട് കൊത്തി ചെയ്തിട്ട് വലുപ്പത്തിലാക്കും. അത് കഴിഞ്ഞിട്ട് തന്നെ ഈ കൂടിൻ്റെ അകത്ത് പോയിട്ട് അതിൻ്റെ അകത്തുള്ള ചെറിയ വല്ല കമ്പുകളോ ബാക്കി പൊടിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് വെളിയിൽ ഇട്ട് ആ കൂട് ഒരുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് ക്ലീനിങ് എന്നാണ് പറയുന്നത്. അപ്പം ഈ നെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ ക്ലീനിങ് ഒരു മെയിൻ പ്രക്രിയയാണ്. ചില സമയത്തൊക്കെ ദിവസങ്ങളല്ല ആഴ്ചകളോളം ഇങ്ങനെ ക്ലീനിങ് പ്രക്രിയ ഈ ഹോൺബിലുകളൊക്കെ നടത്താറുണ്ട്. ഒരു പ്രാവശ്യം ഉപയോഗിച്ച കൂട് വർഷങ്ങളോളം വേഴാമ്പലുകൾ ഉപയോഗിക്കാറുണ്ട്. കൂട് റെഡിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇണ ചേർന്ന് കഴിഞ്ഞിട്ട് ഈ ഫിമെയിൽ അകത്ത് പോയിട്ട് അതിൻ്റെ വാതിലൊക്കെ സീൽ ചെയ്യും. എന്ന് വെച്ചാൽ വാതിലിൻ്റെ മുൻഭാഗം അടയ്ക്കും. ഈ പൊത്ത് അടച്ചു കഴിഞ്ഞാൽ ഈ പെൺ വേഴാമ്പലിൻ്റെ ചുണ്ട് വെളിയിലോട്ട് ഇടാൻ പാകത്തിനുള്ള ഒരു വിടവ് മാത്രമേ ഈ പൊത്തിനുണ്ടായിരിക്കുകയുള്ളൂ. ഈ പൊത്തടയ്ക്കുന്നത് വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. ചില സമയത്തൊക്കെ ഈ ആൺ വേഴാമ്പലുകളൊക്കെ ദൂരെ നിന്ന് മണ്ണൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഈ പെൺ വേഴാമ്പലിന് കൊടുക്കും. അപ്പം ആ പെൺ വേഴാമ്പൽ ഈ മണ്ണെടുത്തിട്ടൊക്കെയാണ് ഇതിൻ്റെ പൊത്തുകൾ അടയ്ക്കുന്നത്. ചില സമയത്തൊക്കെ ഇവർ കഴിക്കുന്ന ഈ പഴങ്ങളുടെയൊക്കെ നല്ല ജ്യൂസി ആയിട്ടുള്ള പൾപ്പൊക്കെ ഉപയോഗിച്ചിട്ട് അവരടയ്ക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ഇവരുടെ കാഷ്ടം വെച്ചിട്ടും ഇവർ ഇതിൻ്റെ പൊത്തുകളൊക്കെ അടയ്ക്കാറുണ്ട്. ഇങ്ങനെ ഈ പൊത്ത് അടച്ചതിന് ശേഷം ഈ പെൺ വേഴാമ്പലുകളൊക്കെ 2 മാസം മുതൽ 5 മാസം വരെയൊക്കെ ഈ പൊത്തിനകത്ത് ഇരിക്കുന്നതായിട്ട് പല പഠനങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പല സ്പീഷീസ് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ചില സമയത്തൊക്കെ നമ്മുടെ നാട്ടിൽ കാണുന്ന മലമുഴക്കി വേഴാമ്പലൊക്കെ 120 ദിവസമൊക്കെ ഈ കൂടിൻ്റെ അകത്തിരിക്കുന്നതായിട്ടൊക്കെ പഠനങ്ങളൊക്കെ തെളിയിച്ചിട്ടുണ്ട്. ഈ സമയത്ത് ആൺ വേഴാമ്പലാണ് ഈ പെൺ വേഴാമ്പലിനുള്ള ഭക്ഷണമായിട്ട് എല്ലാ ദിവസവും കൊണ്ടുവരുന്നത്. അത് ചില സമയത്തൊക്കെ വളരെ ദൂരത്തിൽ പോയിട്ട് പഴങ്ങളൊക്കെ എടുത്തിട്ട് അതിൻ്റെ വായ്ക്കകത്ത് നിറച്ചിട്ട് തിരിച്ചു വന്നിട്ട് അത് വെളിയിലെടുത്തെടുത്ത് ഇങ്ങനെ ഫീഡ് ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ പഴങ്ങൾ മാത്രമല്ല, പല സമയത്തൊക്കെ അവർ ചെറിയ പക്ഷികളെ പിടിച്ചുകൊണ്ട് വരാറുണ്ട്. വലിയ വലിയ ഹോൺബിൽസൊക്കെ പക്ഷികളെ പിടിച്ചുകൊണ്ട് വരാറുണ്ട്. പാമ്പുകൾ, ചെറിയ പല്ലികൾ, ഓന്തുകൾ, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ജീവികൾ. ചില സമയത്തൊക്കെ പക്ഷികളുടെയൊക്കെ മുട്ടയൊക്കെ കൊണ്ടുവന്ന് ഈ വേഴാമ്പലിന് കൊടുക്കാറൊക്കെ ഉണ്ട്.
ചുരുക്കം പറഞ്ഞാൽ അവർക്ക് നല്ല പ്രോട്ടീൻ റിച്ച് ഫുഡാണ് ആ സമയത്ത് ഈ മെയിൽ വേഴാമ്പൽ കൊണ്ടുപോയി കൊടുക്കുന്നത്. അപ്പം ഈ വേഴാമ്പലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു ഒംനിവോറസ് ആയിട്ടുള്ള പക്ഷികളാണ്. ഈ സസ്യാഹാരം കഴിക്കുന്നതോടൊപ്പം തന്നെ മാംസാഹാരം കഴിക്കുന്ന ജീവികളെയാണ് ഒംനിവോറസ് എന്ന് നമ്മൾ സാധാരണ പറയാറുള്ളത്. പല പഠനങ്ങളും പറഞ്ഞിട്ടുള്ളത് ഈ ഹോൺബില്ലുകളൊക്കെ പല ദൂരമുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് പഴങ്ങൾ എടുത്തിട്ടാണ് തിരിച്ചു വന്നിട്ട് ഈ പെൺ വേഴാമ്പലിന് കൊടുക്കുന്നത്. ചില സമയത്തൊക്കെ 10ഉം 100ഉം വെറൈറ്റി ഉള്ള ഈ പഴങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇതിനെ കൊടുക്കുന്നതായിട്ട് പല പഠനങ്ങളൊക്കെ തെളിയിച്ചിട്ടുണ്ട്. ഈ ഹോൺബില്ലുകളൊക്കെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രൂട്ട് എന്ന് പറയുന്നത് അത്തിപ്പഴങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഫിഗ് ഫാമിലിയിലുള്ള, അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള ഫ്രൂട്ട്സുകളും കഴിക്കാറുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ജാതി മരത്തിലുള്ള നട്ട്മെഗ് ഫാമിലിയിലുള്ള ഫ്രൂട്ട്സും ഒക്കെ ഇവർ അധികമായിട്ട് കഴിക്കാറുണ്ട്. സാധാരണയായിട്ട് വലിയ സ്പീഷീസ് വേഴാമ്പൽ, നമ്മുടെ നാട്ടിലെ മലമുഴക്കി വേഴാമ്പലുകളും നോർത്ത് ഈസ്റ്റിലൊക്കെ കാണുന്ന റീറ്റ് ഹോൺബിൽ എന്നൊക്കെ പറയുന്ന ഹോൺബിലുകളൊക്കെ ഏകദേശം 1 or 2 മുട്ട മാത്രമാണ് ഇടുന്നത്. അതേസമയം ചെറിയ വേഴാമ്പലുകളൊക്കെ നമ്മുടെ നാട്ടിൽ കാണുന്ന നാട്ടുവേഴാമ്പലും അതുപോലെ കോഴി വേഴാമ്പലും ഒക്കെ 2 മുതൽ 4 മുട്ട അല്ലെങ്കിൽ 5 മുട്ട വരെ ഇടുന്നതായിട്ട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മുട്ടയിടുന്ന എല്ലാ മുട്ടയൊന്നും സർവൈവ് ആകത്തില്ല. കുഞ്ഞുങ്ങളാകുന്ന സമയത്ത് ചില സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ ഭക്ഷണം ലഭിക്കുന്ന കുഞ്ഞിനോ അല്ലെങ്കിൽ ആ സമയത്ത് അവിടുത്തെ ഏറ്റവും കൂടുതൽ ഫ്രൂട്ടിങ് ട്രീകളൊക്കെ അടുത്തുണ്ടെങ്കിലോ ഭക്ഷണം കൂടുതലായിട്ട് ലഭിക്കുന്നതിനനുസരിച്ചാണ് കുഞ്ഞുങ്ങളുടെ സർവൈവൽ റേറ്റ് കൂടുന്നത്. സാധാരണ 1-2 കുഞ്ഞുങ്ങളൊക്കെയാണ് സർവൈവ് ആയിട്ട് വരുന്നത്. അതോടൊപ്പം തന്നെ ഇവർ കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്തൊക്കെ തന്നെ ഈ ഉടുമ്പുകൾ അതിൻ്റെ അകത്ത് അല്ലെങ്കിൽ പാമ്പുകളൊക്കെ ഇവർ പൊത്തി കയറിയിട്ടൊക്കെ ഈ കുഞ്ഞ് വേഴാമ്പലുകളൊക്കെ പിടിച്ച് തിന്നാറൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വേഴാമ്പലുകൾ, പെൺ വേഴാമ്പലുകളൊക്കെ ഏകദേശം 2 മാസം മുതൽ 5 മാസം വരെ ഈ കൂടിനകത്ത് ഇരിക്കാറുണ്ട്. കുഞ്ഞുങ്ങളായി കഴിഞ്ഞാൽ ഏകദേശം കുഞ്ഞുങ്ങൾക്ക് അത്യാവശ്യം വലിപ്പം വെക്കുന്ന സമയത്ത് ഈ പെൺ വേഴാമ്പലുകൾ അതിൻ്റെ ഫ്രണ്ടിലെ ഈ വാതിൽ പൊളിച്ചിട്ട് അവർ വെളിയിൽ വന്നിട്ട് അവർ പല പഠനങ്ങളും കണ്ടിട്ടുള്ളത് ചില സമയം 1-2 ദിവസമൊക്കെ ഇവർ ഈ വെളിയിലുള്ള ഈ ബ്രാഞ്ചിലൊക്കെ അവർ അനങ്ങാതിരിക്കുന്നതൊക്കെ ആയിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിന് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ ചെറിയൊരു പൊത്തിൻ്റെ അകത്ത് കുറേ മാസങ്ങൾ ഇരുന്നിട്ട് അവർ ഭയങ്കര ടയർഡായിട്ടിരുന്നതുകൊണ്ടായിരിക്കും ആ സമയത്തുമൊക്കെ ആൺ വേഴാമ്പലാണ് തിരിച്ചു കൊണ്ടുവന്ന് ഭക്ഷണം ഈ കുഞ്ഞിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പെൺ വേഴാമ്പലും ആൺ വേഴാമ്പലും ഒരുമിച്ച് ഈ കുഞ്ഞിന് ഭക്ഷണം കൊടുത്തു തുടങ്ങും. ഈ പെൺ വേഴാമ്പലുകൾ കൂട് സീൽ ചെയ്തിരിക്കുന്നത് പോലെ തന്നെ ഈ കുഞ്ഞുങ്ങളും ഇങ്ങനെ ഇതിൻ്റെ കൂടിൻ്റെ വാതിലൊക്കെ സീൽ ചെയ്ത് വെക്കാറുണ്ട്. ഈ അമ്മ പക്ഷി വെളിയിൽ ഇറങ്ങി വന്നു കഴിയുമ്പോഴത്തേക്കിന് അവർ തന്നെ അമ്മ പക്ഷിയും അച്ഛൻ പക്ഷിയും വന്നിട്ട് കുറച്ച് മണ്ണും ബാക്കി പഴങ്ങളൊക്കെ കൊടുക്കുന്നത് കൊണ്ട് അതിൻ്റെയൊക്കെ ചാറൊക്കെ വെച്ചിട്ട് ഈ പക്ഷിയും ഈ അകത്തിരിക്കുന്ന കുഞ്ഞു പക്ഷി തന്നെ ഇതിൻ്റെ വാതിലൊക്കെ ഇങ്ങനെ സീൽ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ വീക്ക് മാത്രം വെളിയിൽ വരുന്ന രീതിയിലാണ് ഇതിങ്ങനെ സീൽ ചെയ്ത് വെക്കാറുള്ളത്. എന്നിട്ട് അച്ഛനും അമ്മയും കൂടെ കൂടിയിട്ടാണ് ഇതിനെ ഫീഡ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ കുഞ്ഞു പക്ഷി അതിൻ്റെ അകത്ത് ഈ സീല് പൊട്ടിച്ച് വെളിയിലോട്ട് വരുന്നത്. പിന്നെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനും കേട്ടിട്ടുണ്ട് ഈ കാര്യം, ഞാൻ പക്ഷികളെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് പഠിച്ച് തുടങ്ങുന്ന സമയത്ത് ഈ കഥ കേട്ടിട്ടുണ്ട്. ഈ വേഴാമ്പലുകളൊക്കെ അകത്ത് ഈ കൂടിനകത്ത് സീൽ ചെയ്ത് മുട്ടയ്ക്ക് അടയിരിക്കുന്ന സമയത്ത്, കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന സമയത്തുമൊക്കെ ഈ വേഴാമ്പലിൻ്റെ ദേഹത്തുള്ള ഈ തൂലുകളൊക്കെ മൊത്തം പോയിട്ട് പുതിയ തൂലുകളൊക്കെ വരുന്നതായിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പല പ്രാവശ്യം. പക്ഷേ അത് ശരിയാണെന്ന് തോന്നുന്നില്ല. അതിനൊരു കാര്യം എന്ന് പറഞ്ഞാൽ പല സമയത്തും ആൺ വേഴാമ്പലുകളൊക്കെ ചത്തുപോകുന്ന സമയത്ത് ഈ പെൺ വേഴാമ്പൽ തന്നെ വിശന്നിട്ട് ഇതിൻ്റെ കൂട് പൊളിച്ചിട്ട് വെളിയിൽ വന്നിട്ട് ഭക്ഷണം തേടി പോകുന്നതായിട്ടൊക്കെ പല പ്രാവശ്യമൊക്കെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ സമയത്തൊക്കെ അതിൻ്റെ തൂലുകൾ മൊത്തം പൊഴിച്ചിരുന്ന് കഴിഞ്ഞാൽ അതിന് പറക്കാൻ, അതേ സമയത്ത് വേറെ ഏതെങ്കിലും പ്രിഡേറ്റേഴ്സ് അകത്ത് വന്നു കഴിഞ്ഞാൽ അതിന് പറന്ന് രക്ഷപ്പെടാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ആ ഒരു കഥ അല്ലെങ്കിൽ ആ ഒരു പറച്ചിൽ ശരിയാണെന്ന് കൃത്യമായ എവിഡൻസ് ഇല്ല. ഇത് പഠിക്കാനായിട്ട് ഒറ്റ കാര്യമുള്ളൂ, ഈ വേഴാമ്പലുകളൊക്കെ നെസ്റ്റ് ചെയ്യുന്നതിൻ്റെ കൂടിനകത്തൊരു ക്യാമറയൊക്കെ വെച്ച് നോക്കിയാൽ മാത്രമേ ഇത് നമുക്ക് കൃത്യമായിട്ട് പഠനം നടത്തിയിട്ട് അത് തെളിയിക്കാനായിട്ട് പറ്റുള്ളൂ. അത് പല സയൻറ്റിസ്റ്റുകളും വിചാരിക്കുന്നത് അങ്ങനെ ഒരു സംഭവം ഇല്ലെന്ന് തന്നെയാണ് പലരും വിചാരിക്കുന്നത്. ഈ നെസ്റ്റിങ്ങിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കിന് കഴിഞ്ഞ മാസം ഡൽഹിയിൽ സംഭവിച്ച ഒരു കാര്യം എനിക്ക് എടുത്ത് പറയാനുണ്ട്. അത് വളരെ വാർത്തയൊക്കെ ആയിരുന്നു, പല പത്രങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പല ന്യൂസ് മീഡിയകളിലൊക്കെ വന്നൊരു കാര്യമായിരുന്നു. ഡൽഹിയിൽ ഒരു വലിയൊരു ഗാർഡൻ ഉണ്ട്, ലോധി ഗാർഡൻ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അവിടെ കുറേയേറെ മരങ്ങളൊക്കെ ഉള്ള സ്ഥലമായതുകൊണ്ട് അവിടെ കുറേ വേഴാമ്പലുകൾ കൂട്ടാറുണ്ട്, പ്രത്യേകിച്ച് നാട്ടുവേഴാമ്പൽ. ഇന്ത്യൻ ഗ്രേ ഹോൺബിൽ എന്ന് പറഞ്ഞ ഒരു ഹോൺബിൽ അവിടെ കുറേയേറെ മരങ്ങളിൽ കൂട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന ഒരു 10ലധികം കൂടുകൾ ആ ലോധി ഗാർഡനിൽ തന്നെ ഉണ്ട്. അപ്പോൾ കുറേയേറെ ബേർഡേഴ്സ് അവിടെ പോയി എല്ലാ ദിവസവും ഇത് ഒബ്സർവ് ചെയ്യാറുണ്ട്, അവർ ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട്. ആ സമയത്ത് എന്നാൽ ഡൽഹിയിലൊക്കെ വളരെ സാധാരണമല്ലാത്ത വേറൊരു ഹോൺബില്ലുണ്ട്, ഓറിയൻ്റൽ പൈഡ് ഹോൺബിൽ എന്ന് പറഞ്ഞൊരു ഹോൺബില്ലുണ്ട്. അത് സാധാരണ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലൊക്കെ സാധാരണമായിട്ട് കാണുന്ന ഒരു ഹോൺബില്ലാണ്. അപ്പോൾ ആ ഓറിയൻ്റൽ പൈഡ് ഹോൺബിലിൻ്റെ ഒരു ഫിമെയിൽ ഹോൺബിൽ അവിടെ വന്നു. ആ ലോധി ഗാർഡനിൽ വന്നിട്ട് ഈ ഹോൺബിൽ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെസ്റ്റിൽ അടയിരിക്കുന്ന ഈ ഒരു പെൺ വേഴാമ്പലുണ്ടായിരുന്നു, അതിന് തീറ്റ കൊടുത്തു തുടങ്ങി. പിന്നെ പെണ്ണ് വെളിയിൽ വന്നപ്പോഴത്തെ അതിൻ്റെ അകത്ത് കുഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ ഈ കുഞ്ഞിന് തീറ്റ കൊടുത്തു തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യം നെസ്റ്റ് 1, N1, N2 എന്നൊക്കെ അവർ പേരിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെസ്റ്റ് 1ൽ പോയിട്ട് ഈ വേഴാമ്പൽ പോയിട്ട് ഒരു ഒരു പക്ഷിയെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അതിന് തീറ്റ കൊടുത്തു തുടങ്ങും. പിന്നെ കുറേയേറെ പഴങ്ങൾ ഇതിന് കൊടുത്തു തുടങ്ങും. എന്നിട്ട് ഈ കുഞ്ഞ് ഇത് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ അടുത്ത നെസ്റ്റ് ഉണ്ട്, തൊട്ടടുത്ത് തന്നെ N2 എന്ന് പറഞ്ഞ വേറെ നെസ്റ്റ് അവർ പോയിന്റ് ചെയ്തൊരു വേറെ നെസ്റ്റ് ഉണ്ട്, അവിടെ പോയിട്ട് അതിന് തീറ്റ കൊടുക്കാൻ തുടങ്ങും. അതും അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ അടുത്ത നെസ്റ്റിലോട്ട് തിരിച്ചു വരും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നെസ്റ്റിലോട്ട് മാറി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ സമയത്ത് തന്നെ ഈ ഗ്രേ ഹോൺബിലിൻ്റെ ഇപ്പോൾ അച്ഛൻ പക്ഷി അമ്മ പക്ഷി അടുത്ത് തന്നെ ഉണ്ട്. ആ പക്ഷികൾ ഈ പക്ഷിയെ
ഓടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓറിയന്റൽ പൈഡ് ഹോൺബിൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ഹോൺബില്ലാണ്. ഈ ഹോൺബിൽ തിരിച്ച് ഈ പക്ഷികളൊക്കെ തിരിച്ച് ഓടിക്കുന്നതായിട്ടൊക്കെ കുറേ ഒബ്സർവ് ചെയ്തു. പിന്നെ കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം എന്ത് കൊടുക്കാനായിട്ട് ഇല്ലെന്ന് വന്നപ്പോഴത്തേക്കിന് ഈ ഓറിയന്റൽ പൈഡ് ഹോൺബിൽ ആ ലോധി ഗാർഡൻ്റെ അവിടെ നിലത്തൊക്കെ പോയിരുന്നിട്ട് അവിടെയുള്ള ഈ റൊട്ടിയൊക്കെ ആൾക്കാരൊക്കെ ചപ്പാത്തിയൊക്കെ ഇട്ട് ആ ചപ്പാത്തിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് അതൊക്കെ ഫീഡ് ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഇതിനെക്കുറിച്ച് വളരെയേറെ ചർച്ചകളൊക്കെ നടത്തി. കാരണം സാധാരണയായിട്ട് ആൺ വേഴാമ്പലുകളാണ്, ഇപ്പം കുഞ്ഞകത്തിരിക്കുകയാണെങ്കിൽ ആൺ വേഴാമ്പലാണ് പോയിട്ട് തീറ്റയൊക്കെ കൊടുക്കുന്നത്. ഈ സെയിം സ്പീഷീസ് അല്ലാത്ത ഈ ഓറിയന്റൽ പൈഡ് ഹോൺബിൽ എന്തിനാണ് ഇങ്ങനെ ഫീഡ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കിനും ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന 1-2 സയൻറ്റിസ്റ്റുകളൊക്കെ പറഞ്ഞ കാര്യം, ഒന്നെങ്കിൽ ഈ ഓറിയന്റൽ പൈഡ് ഹോൺബിലിൻ്റെ ഫിമെയിൽ അവിടെയുള്ള ആ നെസ്റ്റിംഗ് ട്രീസിൻ്റെ ഒക്കെ ഏരിയ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അടുത്ത നെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് അവിടെ ഏരിയ അതൊരു ടെറിട്ടറി ആക്കി എടുത്തിട്ട് അത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. ഒരു കുഞ്ഞ് വേഴാമ്പൽ ആ കൂടിനകത്ത് ഇരിക്കുന്നുണ്ട്, അപ്പം ഭക്ഷണം കൊണ്ട് കൊടുക്കണമെന്നുള്ള ഒരു നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് കൊണ്ട് കൊടുക്കുന്നതാണെന്നും അവർ പറയുകയുണ്ടായി. ഇങ്ങനെ വേറെ പല ഹോൺബില്ലുകളിലൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അരുണാചൽ പ്രദേശിലൊക്കെ റീത്ത് ഹോൺബിൽ എന്ന് പറഞ്ഞൊരു വലിയ വലിപ്പമുള്ളൊരു ഹോൺബിലുണ്ട്. റീത്ത് ഹോൺബിൽ ഇങ്ങനെ ഒരു പൊത്തിൻ്റെ അകത്ത് ഇരിക്കുന്ന സമയത്ത് അവിടെ ഗ്രേറ്റ് പൈഡ് ഹോൺബിൽ, നമ്മുടെ മലമുഴക്കി വേഴാമ്പലിന് ഒരു പെൺ വേഴാമ്പൽ പോയിട്ട് ഇതിന് സ്ഥിരമായിട്ട് തീറ്റ കൊടുക്കാനൊക്കെ ശ്രമിച്ചു. അവസാനം ആ റീത്ത് ഹോൺബിൽ ദേഷ്യപ്പെട്ടിട്ട് അത് കൂട് പൊളിച്ച് വെളിയിൽ വന്നതൊക്കെ പല സയൻറ്റിസ്റ്റുകളൊക്കെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയായിരുന്നു ഈ നെസ്റ്റിങ്ങിൻ്റെയും കുഞ്ഞിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ. സാധാരണ നെസ്റ്റിംഗ് ടൈമിലൊക്കെ ഈ വേഴാമ്പലുകളൊക്കെ ഒരു പെയറായിട്ടാണ് കാണപ്പെടുന്നത്. അല്ലാത്ത സമയത്തൊക്കെ കൂട്ടമായിട്ടൊക്കെ പല വേഴാമ്പലുകളൊക്കെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ കാണുന്ന മലബാർ പൈഡ് ഹോൺബിൽ, പാണ്ടൻ വേഴാമ്പൽ, പിന്നെ ഗ്രേറ്റ് ഹോൺബിൽ, മലമുഴക്കി വേഴാമ്പലുകൾ, പിന്നെ നോർത്ത് ഈസ്റ്റിൽ കാണുന്ന റീത്ത് ഹോൺബിൽ എന്നൊക്കെ പറഞ്ഞ ഹോൺബിലുകളൊക്കെ വളരെ വലിപ്പമുള്ള, എന്ന് പറഞ്ഞാൽ 100-200 ഒക്കെ ഉള്ള വലിയ ഗ്രൂപ്പുകളൊക്കെ അവർ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. കൂട്ടമായിട്ടൊക്കെ പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിലൊക്കെ ഇവർ ഒരുമിച്ചിരുന്ന് റൂസ്റ്റ് ചെയ്യുന്നതൊക്കെ പല പ്രാവശ്യം ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയായിരുന്നു ഈ വേഴാമ്പലുകളെ കുറിച്ചുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ഇന്ത്യയിൽ കാണുന്ന സ്പീഷീസുകൾ ഓരോന്നായിട്ടൊന്ന് പരിചയപ്പെടാം. ആദ്യം തന്നെ കേരളത്തിൽ കാണുന്ന 4 സ്പീഷീസുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. അതിൽ ആദ്യത്തേത് ഗ്രേറ്റ് ഹോൺബിൽ അല്ലെങ്കിൽ മലമുഴക്കി വേഴാമ്പൽ. നമ്മുടെ സംസ്ഥാന പക്ഷിയാണ്. ഒരുപക്ഷെ കാട്ടിലൊക്കെ പോയിട്ടുള്ളവരൊക്കെ പലരും കണ്ടിട്ടുള്ളായിരിക്കുന്ന ഒരു പക്ഷിയാണ്. വളരെ വലുപ്പമുള്ള ഒരു പക്ഷിയാണ് ഈ മലമുഴക്കി വേഴാമ്പൽ. ഇന്ത്യയിലെ ഏറ്റവും വലുപ്പമുള്ള വേഴാമ്പലും ഈ മലമുഴക്കി വേഴാമ്പലുകളാണ്. ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് കറുപ്പും വെള്ളയും അതോടൊപ്പം തന്നെ മഞ്ഞ നിറമാണ്. കഴുത്തിലൊക്കെ നല്ല പ്രോപ്പറായിട്ടുള്ള മഞ്ഞ നിറമാണ്. അതിൻ്റെ ചുണ്ടുകളൊക്കെ നല്ല വലുപ്പമുള്ള ചുണ്ടുകളാണ്, മഞ്ഞ നിറത്തിലുള്ള. അതിൻ്റെ മേളിലായിട്ട് ആ കാസ്ക് മകുടം നല്ല പ്രോമിനൻ്റ് ആയിട്ട് നമുക്ക് കാണാനായിട്ടൊക്കെ പറ്റും. ഇത് പറക്കുന്ന സമയത്ത് നമുക്ക് വളരെ ദൂരെ നിന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റും. പ്രത്യേകിച്ച് മലയുടെ മേളിൽ കൂടെ ഒക്കെ പറക്കുന്ന സമയത്ത് ഇതിൻ്റെ ചിറകടിയുടെ ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദൂരെ നിന്ന് 1-2 കിലോമീറ്റർ ദൂരത്തു നിന്നൊക്കെ നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇതിന് മലമുഴക്കി വേഴാമ്പൽ എന്ന് മലയാളത്തിൽ പേര് വരാനായിട്ട് കാര്യം. അതോടൊപ്പം തന്നെ ഇവർ നല്ല ഉച്ചത്തിൽ സൗണ്ട് ഉണ്ടാക്കാറുണ്ട്. 2 ആഴ്ച മുമ്പ് ഞാൻ പെരിയാർ ടൈഗർ റിസർവിൽ പോയിരുന്നു. അവിടെ ബോട്ട് ലാൻഡിങ്ങിലോട്ട് നടക്കുന്ന സമയത്ത് 2 മലമുഴക്കി വേഴാമ്പലുകൾ ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നിട്ട് സൗണ്ട് വെക്കുന്നത് കേട്ടു. അപ്പോൾ ഞാൻ എൻ്റെ മൊബൈൽ പിടിച്ചിങ്ങനെ നടക്കുന്ന സമയത്ത് വളരെ ഉച്ചത്തിൽ ആ കാട് മുഴുവൻ നടുങ്ങുന്ന രീതിയിൽ അവരിങ്ങനെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സൗണ്ട് ഉണ്ടാക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റി. വളരെ വലിയ കോ 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 വളരെ വലിയ അലർച്ച പോലുള്ള സൗണ്ടുകളാണ് ഈ ഹോൺബില്ലുകളൊക്കെ ഉണ്ടാക്കുന്നത്. ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പം എത്രത്തോളം അതിൻ്റെ മുഴങ്ങുന്ന സൗണ്ട് കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. എങ്കിൽ നിങ്ങളൊന്ന് കേട്ട് നോക്കുക അത് ആ സൗണ്ട്. ഈ മലമുഴക്കി വേഴാമ്പലുകളൊക്കെ ഏകദേശം 95 മുതൽ 130 സെൻറ്റിമീറ്റർ വരെ നീളമുള്ള പക്ഷികളാണ്. അതോടൊപ്പം തന്നെ ഇത് ചിറക് വിടർത്തുന്ന സമയത്ത് ഏകദേശം 2 മീറ്ററിനടുത്ത് വരെ ഇത് നല്ല വീതിയുണ്ട് ഇതിൻ്റെ ചിറകുകൾക്ക്. അതോടൊപ്പം തന്നെ 2 മുതൽ 4 കിലോ വരെ ഇതിൻ്റെ ഭാരമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിന് നല്ല രസകരമായിട്ടുള്ള മഞ്ഞ നിറത്തിലുള്ള വലിയ ചുണ്ടുകളാണുള്ളത്. അപ്പം ഈ നിറം കിട്ടുന്നതിൻ്റെ പിന്നിൽ ഒരു രസകരമായിട്ടുള്ളൊരു കഥയുണ്ട്. ഈ വേഴാമ്പലുകളൊക്കെ ജനിക്കുന്ന സമയത്ത് അത്ര പ്രോമിനൻ്റ് ആയിട്ടുള്ള മഞ്ഞ നിറം ഇതിൻ്റെ ഈ കൊക്കുകൾക്കൊന്നും ഇല്ല. ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ കൊക്കുകളൊക്കെ ഇവരെ വാലിൻ്റെ തൊട്ട് മേളിൽ പുറകുവശത്തായിട്ടുള്ളൊരു ഗ്രന്ഥിയുണ്ട് അവിടെ. അതിന് പ്രീൻ ഗ്ലാൻഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പ്രീൻ ഗ്ലാൻഡിൽ നിന്ന് ഒരു മഞ്ഞ നിറത്തിലോ അല്ലെങ്കിൽ ഓറഞ്ച് കൂടിയ ഒരു കളറിലുള്ള ഒരു സ്രവം ഇങ്ങനെ വരും. അപ്പോൾ അവരിത് ഇവരുടെ ബീക്കെടുത്ത് ഇതേലിങ്ങനെ മുട്ടിച്ച് തുടർച്ചയായിട്ട് റബ്ബ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു പിഗ്മെൻറ്റ് പോലെ വന്നിട്ടാണ് ഇവർക്ക് ഈ മഞ്ഞ നിറം കൂടുതലായിട്ട് പ്രോമിനൻ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നാച്ചുറലായിട്ട് പ്രോപ്പറായിട്ടുള്ള മഞ്ഞ നിറമല്ല, അവർ ഈ ഗ്രന്ഥിയിൽ നിന്ന് എടുത്തിട്ടാണ് ഇവർക്ക് ഈ മഞ്ഞ നിറം പ്രോപ്പറായിട്ട് ഇവർക്ക് ഇത് കിട്ടുന്നത്. ഈ മലമുഴക്കി വേഴാമ്പലുകളെ എളുപ്പത്തിൽ കാണാനായിട്ട് കേരളത്തിൽ 2 സ്ഥലങ്ങളാണ് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്. ഒന്ന് പെരിയാർ ടൈഗർ റിസർവാണ്. അവിടെ നിങ്ങൾ ബോട്ടിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് അങ്ങോട്ട് ഇതിനെ കാണാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് ബോട്ട് ലാൻഡിങ്ങിലോട്ട് പോകുന്ന സമയത്ത് നടന്നൊക്കെ പോവുകയാണെങ്കിൽ ഇതിന് സൗണ്ട് കേൾക്കാൻ പറ്റും. പല
സമയത്ത് നമ്മുടെ തലയുടെ മേളിൽ കൂടെ ഒക്കെ പറക്കുന്നൊക്കെ ആയിട്ട് കാണാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ നെല്ലിയാമ്പതിയിലും ഈ മലമുഴക്കി വേഴാമ്പലിന് നല്ലൊരു പോപ്പുലേഷൻ ഉണ്ട്. എളുപ്പത്തിൽ കാണാനും ഏറ്റവും ബെസ്റ്റ് സ്ഥലങ്ങളിലൊന്ന് നെല്ലിയാമ്പതിയൊക്കെയാണ്. അതുകൂടാതെ കേരളത്തിൻ്റെ പല കാടുകളിലും നമുക്ക് ഇതിനെ സാധാരണമായിട്ട് കാണാൻ പറ്റും. എന്നിരുന്നാലും ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും ബെറ്ററായിട്ട് കാണാൻ പറ്റുന്ന ഒരു പക്ഷേ പെരിയാർ ടൈഗർ റിസർവും ഈ നെല്ലിയാമ്പതിയും ആയിരിക്കും. ഇതല്ലാതെ പശ്ചിമഘട്ടത്തിൽ ഇങ്ങനെ കേരളം മുതൽ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയുടെ ടിപ്പ് മുതൽ പശ്ചിമഘട്ടത്തിന് അങ്ങേയറ്റ് മഹാരാഷ്ട്ര വരെ ഇതിനെ കാണപ്പെടുന്നുണ്ട്. ഹിമാലയത്തിൻ്റെ ഫുട് ഹിൽസിൽ ഇതിനെ കാണപ്പെടുന്നുണ്ട്, നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലും. അതുകൂടാതെ ഏകദേശം 10-11 രാജ്യങ്ങളിലൊക്കെ ഈ ഗ്രേറ്റ് ഹോൺബിലിനെ കാണപ്പെടുന്നുണ്ട്. അടുത്തത് മലബാർ ഗ്രേ ഹോൺബിൽ. മലയാളത്തിൽ അതിന് കോഴി വേഴാമ്പൽ എന്നാണ് അതിൻ്റെ പേര്. എനിക്കറിയത്തില്ല ആരാ അതിന് കോഴി വേഴാമ്പൽ എന്നൊക്കെ പേരിട്ടിരിക്കുന്നത്. കേരളത്തിലെ കാടുകളിൽ നിങ്ങൾ ചാര നിറത്തിലുള്ള ഒരു വേഴാമ്പലിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊരു പക്ഷേ ഈ മലബാർ ഗ്രേ ഹോൺബിൽ ആയിരിക്കാനാണ് സാധ്യത. ഇത് നല്ല ചാര നിറത്തിലുള്ളൊരു ഹോൺബിലാണ്. അതിന് നല്ല ഓറഞ്ച് കളർ ഉള്ള ബീക്കാണുള്ളത്. അപ്പം അതോടൊപ്പം തന്നെ അതിൻ്റെ മേളിൽ ബീക്കിന് മേളിൽ മകുടം ഇല്ല. അപ്പോൾ ഈ കാസ്ക് ഇല്ലാത്ത ഹോൺബിലിനെ കണ്ടു കഴിഞ്ഞാൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും അത് ആക്ച്വലി മലബാർ ഗ്രേ ഹോൺബിൽ അല്ലെങ്കിൽ കോഴി വേഴാമ്പലാണ്. അതോടൊപ്പം തന്നെ മെയിലും ഫീമെയിലും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. മെയിലിനാണ് പ്രോപ്പറായിട്ട് ഓറഞ്ച് കളറിലുള്ളത് ബീക്കുള്ളത്. ഫിമെയിലിന് ഇച്ചിരി ഗ്രേ കൂടിയ ബീക്കാണ് ഉള്ളത്. ഈ കോഴി വേഴാമ്പൽ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ഹോൺബിലാണ്. ഏകദേശം 40 മുതൽ 60 സെൻറ്റിമീറ്റർ വരെ വലുപ്പമാണ് ഇത് വെക്കുന്നത്. അതുപോലെ തന്നെ ഇത് പശ്ചിമഘട്ടത്തിലെ ഒരു എൻഡമിക് ഹോൺബിലാണ്. എൻഡമിക് എന്ന് പറഞ്ഞാൽ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണും, ലോകത്തിൽ വേറെ എങ്ങും കാണത്തില്ല, നമ്മുടെ പശ്ചിമഘട്ടത്തിൽ മാത്രമാണ് കാണപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ഈ സൗത്ത് ഇന്ത്യയുടെ ടിപ്പ് മുതൽ അങ്ങ് മഹാരാഷ്ട്ര വരെയുള്ള ഈ വെസ്റ്റേൺ ഗാർഡ് കാടുകളിലാണ് ഈ ഹോൺബിലിനെ കാണപ്പെടുന്നത്. ഇതിൻ്റെ സൗണ്ട് വളരെ രസകരമായിട്ടുള്ളതാണ്. ഇത് ഉച്ചത്തിൽ ഇങ്ങനെ അലറിച്ചിരിക്കുന്ന പോലുള്ളൊരു സൗണ്ടാണ് ഈ മലബാർ ഗ്രേ ഹോൺബിലിൻ്റെ ഒരു സൗണ്ട്. ഇതൊരു ചെറിയ ഹോൺബിൽ ആയതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ 2 മുതൽ 5 മുട്ടകൾ വരെ ഇടാറുണ്ട്. എന്നിരുന്നാലും എല്ലാ മുട്ടകളും കുഞ്ഞുങ്ങളൊന്നും സർവൈവ് ചെയ്യാറില്ല ഇതിൻ്റെ. ഞാനിവിടെ ജോലി ചെയ്യുന്ന ഈ വയനാട്ടിലെ ലക്കിടിയിൽ ഇത് ഇഷ്ടം പോലെ കാണാറുണ്ട്. എൻ്റെ ഓഫീസിന് വെളിയിലൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ഹോൺബിലാണ് ഈ മലബാർ ഗ്രേ ഹോൺബിൽ. അടുത്തത് ഇന്ത്യൻ ഗ്രേ ഹോൺബിൽ അല്ലെങ്കിൽ നാട്ടുവേഴാമ്പൽ എന്നാണ് ഇതിൻ്റെ മലയാളത്തിലുള്ള പേര്. ഏകദേശം ഒരു 50 മുതൽ 65 സെൻറ്റിമീറ്റർ വരെ വലിപ്പമുള്ളൊരു ഹോൺബിലാണിത്. നമ്മുടെ നാട്ടുമ്പുറങ്ങളിലൊന്നും അത്ര സാധാരണമില്ല. എന്നാൽ ഡ്രൈ ആയിട്ടുള്ള റീജിയൻ, പാലക്കാട് റീജിയനൊക്കെ വളരെ സാധാരണമായിട്ട് കാണപ്പെടുന്ന ഒരു ഹോൺബിലാണ്. അതോടൊപ്പം തന്നെ തൃശ്ശൂരിൻ്റെ പല ഭാഗങ്ങളും മലമ്പുഴയിലും ഒക്കെ ഇതിനെ വളരെ സാധാരണമായിട്ട് കാണപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ എനിക്ക് ഈ കോഴിക്കോട് സിറ്റിയിൽ ഒരു പ്രാവശ്യം ഇതിനെ കാണാൻ പറ്റി. തൃശ്ശൂർ സിറ്റിയിൽ നിൽക്കുന്ന സമയത്തുമൊക്കെ ഈ നാട്ടുവേഴാമ്പലിനെ എനിക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നിറം ചാര നിറമാണ്. ഇതിൻ്റെ പ്രത്യേകത കറുപ്പും മഞ്ഞയും കൂടിയ ബീക്കാണ്. ആദ്യം ഈ ചുണ്ടിൻ്റെ പകുതി ഭാഗം വരെ കറുപ്പും അതിൻ്റെ അറ്റത്ത് മഞ്ഞ നിറം കൂടുതലാണ്. അതോടൊപ്പം തന്നെ ഈ ചുണ്ടിന് മേളിലായിട്ട് ചെറിയൊരു മകുടമുണ്ട്, കാസ്ക് ഉണ്ട്. അതാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന മറ്റ് മലബാർ ഗ്രേ ഹോൺബിൽ അല്ലെങ്കിൽ കോഴി വേഴാമ്പലും ഇതും തമ്മിലുള്ള മെയിൻ വ്യത്യാസം. നിങ്ങൾ കാട്ടിൽ പോകുന്ന സമയത്തോ അല്ല നാട്ടിലൊക്കെ ഏതെങ്കിലും വേഴാമ്പലിനെ കാണുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട അതിൻ്റെ ബീക്കാണ്. ബീക്ക് നല്ല ഓറഞ്ച് കളറിലോ അതിൻ്റെ മേളിൽ മകുടം ഇല്ലെങ്കിൽ അത് കോഴി വേഴാമ്പലും. അതേസമയം കറുത്ത നിറവും മഞ്ഞ നിറവും കൂടിയ ബീക്കും ആ ബീക്കിന് മേളിലായിട്ട് മകുടം അല്ലെങ്കിൽ കാസ്ക് ഉണ്ടെങ്കിൽ അത് ചെറിയ ഹോൺബിലാണെങ്കിൽ ചാര നിറത്തിലുള്ളതാണെങ്കിൽ അത് നാട്ടുവേഴാമ്പലും ആയിരിക്കും. ഞാൻ നേരത്തെ ഡൽഹിയിലൊരു ഹോൺബിലിൻ്റെ കഥ പറഞ്ഞില്ലേ, ഇന്ത്യൻ ഗ്രേ ഹോൺബിൽ നെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഈ ഇന്ത്യൻ ഗ്രേ ഹോൺബിലിൻ്റെ നെസ്റ്റിലാണ് മറ്റേ ഓറിയൻ്റൽ പൈഡ് ഹോൺബിലും കൊണ്ടുവന്ന് ഭക്ഷണമൊക്കെ കൊടുക്കാനായിട്ട് ശ്രമിച്ചിരുന്നത്. അടുത്തത് മലബാർ പൈഡ് ഹോൺബിൽ, മലയാളത്തിൽ പാണ്ടൻ വേഴാമ്പൽ എന്നാണ് അതിൻ്റെ പേര്. കറുത്ത നിറവും വെളുത്ത വയറിലൊക്കെ നല്ല വെളുത്ത നിറവും മഞ്ഞ നിറമുള്ള വലിപ്പമുള്ള നല്ല കൊക്കുകളൊക്കെ ആയിട്ടുള്ള ഒരു ഹോൺബിലാണ്. നല്ല കാസ്ക് മകുടമൊക്കെ നല്ല പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഹോൺബിലാണ് ഈ മലബാർ പൈഡ് ഹോൺബിൽ. ഇത് ഏകദേശം ഒരു 60 മുതൽ 80 സെൻറ്റിമീറ്റർ വരെ വലിപ്പം വെക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കാണുന്ന മറ്റ് കോഴി വേഴാമ്പലിനേക്കാളൊക്കെ നല്ല വലിപ്പമുള്ള ഒരു ഹോൺബിലാണ് ഈ മലബാർ പൈഡ് ഹോൺബിൽ. ഈ ഹോൺബിലിനെ സാധാരണയായിട്ട് കാണപ്പെടുന്നത് വലിയ പുഴകളോ നദികളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ തീരത്തുള്ള കാടുകളിലാണ് സാധാരണയായിട്ട് ഇതിനെ കാണപ്പെടുന്നത്. തട്ടേക്കാട് ഉള്ള ആ വലിയ പുഴയുടെ തീരത്തൊക്കെ പലപ്പോഴും ഞങ്ങൾ അതിനെ കണ്ടിട്ടുണ്ട്. ഇടമലയാർ ഇതിനെ കണ്ടിട്ടുണ്ട്. വാഴച്ചാലും ആതിരപ്പള്ളിയൊക്കെ വളരെ സാധാരണമായിട്ട് കാണപ്പെടുന്ന ഒരു ഹോൺബിലാണ് ഈ മലബാർ പൈഡ് ഹോൺബിൽ. അതോടൊപ്പം തന്നെ വയനാടിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ വയനാട്ടിൽ കബനി നദിയുടെ തീരത്ത് അല്ലെങ്കിൽ കുറുവ ഐലൻഡിലൊക്കെ പോകുന്നവർക്കൊക്കെ ഈ മലബാർ പൈഡ് ഹോൺബിലിനെയൊക്കെ കാണാനായിട്ട് പറ്റും. കേരളത്തിൻ്റെ വെളിയിലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കർണാടകയിലൊക്കെ വളരെ സാധാരണമാണ് ഈ ഹോൺബിൽ. അതോടൊപ്പം തന്നെ സെൻട്രൽ ഇന്ത്യയിൽ പല സ്ഥലത്തും ഇതിനെ ഞാൻ കണ്ടിട്ടുണ്ട്. മധ്യപ്രദേശിൽ പെഞ്ച് നാഷണൽ പാർക്കിൽ വർക്ക് ചെയ്യുന്ന സമയത്തും കൻഹ നാഷണൽ പാർക്കിൽ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഈ മലബാർ പൈഡ് ഹോൺബിലൊക്കെ അവിടെ ധാരാളമായിട്ട് കണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഛത്തീസ്ഗഡിൽ ഇതിനെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഒറീസ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. വെസ്റ്റ് ബംഗാൾ വരെ ഈ മലബാർ പൈഡ് ഹോൺബിലിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അതോടൊപ്പം തന്നെ സൗത്ത് ഇന്ത്യ ഒഴിച്ച് പിന്നെ അത് ശ്രീലങ്കയിലും ഈ മലബാർ പൈഡ് ഹോൺബിലിനെ കാണപ്പെടുന്നുണ്ട്. ഈ പറഞ്ഞ 4 ഹോൺബിലുകളാണ് കേരളത്തിൽ നമുക്ക് സാധാരണയായിട്ട് കാണപ്പെടുന്ന
ഹോൺബില്ലുകളൊക്കെ. ഇനിയും പറയാൻ പോകുന്ന ഹോൺബില്ലൊന്നും കേരളത്തിൽ ഇതുവരെ റെക്കോർഡ് ചെയ്തിട്ടില്ല. സാധാരണയായിട്ട് ഇത് കാണപ്പെടുന്നത് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലും ഇന്ത്യയുടെ മറ്റു പല ഭാഗങ്ങളിലൊക്കെയാണ് ഈ ഹോൺബില്ലുകളൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ ഓറിയന്റൽ പൈഡ് ഹോൺബില്ലിൽ നിന്ന് തന്നെ തുടങ്ങാം. ഓറിയന്റൽ പൈഡ് ഹോൺബിൽ സാധാരണയായിട്ട് കാണപ്പെടുന്നത് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലും ഒക്കെയാണ് വളരെ സാധാരണമായിട്ട് കാണപ്പെടുന്നത്. ഇതിൻ്റെ നിറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുപ്പും വെളുപ്പും നിറമാണ്. ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള പാണ്ടൻ വേഴാമ്പലുമായിട്ട് വളരെ സാദൃശ്യം തോന്നും, മലബാർ പൈഡ് ഹോൺബിലുമായിട്ട് വളരെ സാദൃശ്യം തോന്നും. പക്ഷേ മലബാർ പൈഡ് ഹോൺബിലിനേക്കാളും വലുപ്പക്കുറവാണ് ഈ ഓറിയന്റൽ പൈഡ് ഹോൺബിലിന്. അതോടൊപ്പം തന്നെ അതിൻ്റെ കഴുത്തിലുള്ള വെള്ള നിറത്തിലൊക്കെ ഇച്ചിരി വ്യത്യാസമുണ്ട്. ഓറിയന്റൽ പൈഡ് ഹോൺബിൽ കേരളത്തിൽ കാണപ്പെടുന്നില്ല. അത് കാണപ്പെടുന്നത് രാജസ്ഥാനിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഡൽഹിയിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, മധ്യപ്രദേശിൽ 1-2 റെക്കോർഡുണ്ട്. പിന്നെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. പ്രത്യേകിച്ച് ഇത് സിറ്റിയോട് വളരെ താല്പര്യമുള്ള എന്ന് പറഞ്ഞാൽ ആൾക്കാർ കൂടുതലായിട്ട് വസിക്കുന്നിടത്ത് ജീവിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു ഹോൺബിലാണ് ഈ ഓറിയന്റൽ പൈഡ് ഹോൺബിൽ. പ്രത്യേകിച്ച് സിംഗപ്പൂരൊക്കെ ആൾക്കാരൊക്കെ താമസിക്കുമ്പോൾ അവിടെ ആൾക്കാരൊക്കെ ഈ പക്ഷികളൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ ഈ ഹോൺബിൽ പോയിട്ട് ആ പക്ഷികളിലേക്ക് കൂടൊക്കെ പൊളിച്ചിട്ട് അതിൻ്റെ അകത്തുനിന്നെടുത്ത് പക്ഷികളെയൊക്കെ കൊന്നു തിന്നുന്നതായിട്ട് പലപ്പോഴും ഒക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ മനുഷ്യൻ്റെ ഹാബിറ്റാറ്റിനടുത്തുള്ള മനുഷ്യൻ താമസിക്കുന്ന തൊട്ടടുത്ത് താമസിക്കാൻ അതിനടുത്തുള്ള കാടുകളിലൊക്കെ സെക്കൻഡറി ഫോറസ്റ്റുകളൊക്കെ താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഹോൺബിലാണ് ഈ ഓറിയന്റൽ പൈഡ് ഹോൺബിൽ. അടുത്തത് റീത്ത് ഹോൺബിൽ. ഇത് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലാണ് കാണപ്പെടുന്നത്. ഇത് ഞാൻ അരുണാചൽ പ്രദേശിലെ നാംഡാഫർ നാഷണൽ പാർക്കിൽ പോയപ്പോൾ എനിക്ക് ഇതിനെ കാണാൻ പറ്റിയിട്ടുണ്ട്. ഒരു 8-10 എണ്ണത്തിൻ്റെ വലിയൊരു ഗ്രൂപ്പ് ഇങ്ങനെ പറന്നു പോകുന്നത് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. വളരെ വലിപ്പമുള്ളൊരു ഹോൺബിലാണ് ഈ റീത്ത് ഹോൺബിൽ. കറുത്ത നിറമാണ്, നല്ല സ്നോവി വൈറ്റ്, നല്ല വെളുത്ത കളറിലുള്ള വാലുണ്ട്. അതിൻ്റെ കഴുത്തിനൊക്കെ നല്ല വെളുത്ത നിറമുണ്ട്. കഴുത്തിന് പുറകിലായിട്ട് നല്ല ചുവപ്പ് കൂടിയ നിറമുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ബീക്കിൻ്റെ മുകളിലായിട്ടുള്ള ആ മകുടം ഉണ്ടല്ലോ, കാസ്കൽ ഇങ്ങനെ ഈ വട്ടത്തിൽ റിങ് പോലത്തെ ഒരു ഭാഗം കാണാൻ പറ്റും. അപ്പോൾ ആ ഭാഗത്തിന് റീത്ത് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇനി പേര് വരാനായിട്ട് കാര്യം, റീത്ത് ഹോൺബിൽ എന്ന് പേര് വരാനായിട്ട് കാര്യം അതിൻ്റെ ഈ കാസ്കിന് മേളിലുള്ള ആ പാറ്റേൺ കൊണ്ടാണ്. ആൺ ഹോൺബില്ലുകൾക്ക് ഇങ്ങനെ ഈ വെളുത്ത കഴുത്തും അതോടൊപ്പം തന്നെ ഈ ത്രോട്ടിൽ അല്ലെങ്കിൽ ഈ കഴുത്തിലായിട്ട് ഈ മഞ്ഞ നിറമൊക്കെ പ്രോമിനൻ്റ് ആയിട്ട് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ പെൺ ഹോൺബില്ലുകൾക്ക് പ്രോപ്പറായിട്ട് കറുത്ത നിറമായിരിക്കും കഴുത്തിനൊക്കെ ഉള്ളത്. അതോടൊപ്പം ഈ കഴുത്തിലായിട്ട് നീല നിറം പ്രോമിനൻ്റ് ആയിട്ട് കാണാൻ പറ്റും പെൺ ഹോൺബില്ലുകൾക്കൊക്കെ. അടുത്തത് റൂഫസ് നെക്ക് ഹോൺബിൽ. ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും ഭംഗിയുള്ള ഹോൺബിൽ ഈ റൂഫസ് നെക്ക് ഹോൺബിലായിരിക്കും. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. നമ്മുടെ മലമുഴക്കി വേഴാമ്പലിനേക്കാൾ ഇച്ചിരി വലുപ്പം കുറവാണ്. കറുത്ത നിറമാണ്, കറുപ്പും വെളുപ്പും കൂടിയ വാലാണ്. അതിൻ്റെ ആൺപക്ഷിയുടെ കഴുത്ത് മുതൽ നെഞ്ചോലോട്ട് നല്ല റൂഫസ് കളർ, ചുവപ്പ് കലർന്ന റൂഫസ് കളർ മൊത്തമായിട്ട് കാണാൻ പറ്റും. അതോടൊപ്പം അതിൻ്റെ ഇളം മഞ്ഞ കളറുള്ള ബീക്കിലൊക്കെ അതിൻ്റെ നടുക്കായിട്ടൊക്കെ ചെറിയ വരകളൊക്കെ വന്നിട്ട് അതിലൊക്കെ മാർക്കിംഗ് ഒക്കെ ഉണ്ട്. കണ്ണിന് ചുറ്റും നല്ല നീല കളറും ഒക്കെ ആയിട്ട് വന്നിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഹോൺബിലാണ് റൂഫസ് നെക്ക് ഹോൺബിൽ. അതോടൊപ്പം ഈ പെൺ ഹോൺബിലുകളൊക്കെ അതിൻ്റെ കഴുത്തിലൊക്കെ റൂഫസ് കളറിന് പകരം നല്ല കറുത്ത നിറമായിരിക്കും. അതിൻ്റെ കഴുത്തിലൊക്കെ ഓറഞ്ച് കളർ പ്രോമിനൻ്റ് ആയിട്ട് കാണാൻ പറ്റും. കണ്ണിന് ചുറ്റും നല്ല നീല നിറമൊക്കെ പ്രോമിനൻ്റ് ആയിട്ട് കാണാൻ പറ്റും. ഈ റൂഫസ് നെക്ക് ഹോൺബിലുകളെ കാണാനായിട്ട് ഏറ്റവും ബെസ്റ്റ് സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാക് പഞ്ചാർ എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട്. ഡാർജിലിംഗിൽ നിന്നൊരു 2 മണിക്കൂർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ അവിടെ പോയി ഇതിനെ കാണാനായിട്ട് പറ്റും. 2 മാസം മുമ്പ് ഞാൻ ഡാർജിലിംഗിൽ പോയപ്പോഴത്തേക്കും ലാക് പഞ്ചാറിലോട്ട് പോയി. അവിടെ പോയപ്പോഴത്തേക്കും ഒരു കാഴ്ച കണ്ട്. അവിടെ വലിയൊരു റോഡാണെന്ന് പറഞ്ഞാൽ നമ്മുടെ മൂന്നാറിലോട്ടൊക്കെ പോകുന്ന പോലത്തെ ഒരു റോഡാണ്. ആ റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെ നിരന്നിക്കുക, ഇഷ്ടംപോലെ ഫോട്ടോഗ്രാഫറുകൾ വന്നിട്ട് അവരിങ്ങനെ നിരന്നിക്കുക. അവിടെ വന്നപ്പോഴത്തേക്കിനും അവിടെ ഒരു മരമൊക്കെ ഉണ്ട്. മരത്തിലൊക്കെ സ്ഥിരമായിട്ടൊക്കെ റൂഫസ് നെക്ഡ് ഹോൺബിലൊക്കെ വരാറുണ്ട്. അപ്പോൾ അവരവിടെ നിരന്നിട്ട് ഇതിൻ്റെയൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കണം. അപ്പം ഈ റൂഫസ് നെക്ഡ് ഹോൺബിലുകളെ കൊണ്ട് റിച്ച് ആയിട്ടുള്ള ഒരു ഗ്രാമമാണ് ഈ ലാക് പഞ്ചാർ എന്ന് പറഞ്ഞൊരു സ്ഥലം. അവിടെ കുറേയേറെ ആൾക്കാർ ബേർഡ് ഗൈഡിങ് തുടങ്ങിയിട്ടുണ്ട്. കുറേ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ പക്ഷി നിരീക്ഷണത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ ആൾക്കാരൊക്കെ അവരുടെ വീടുകളൊക്കെ ഹോം സ്റ്റേ ആക്കി മാറ്റിയിട്ടുണ്ട്. അവിടെ ബേർഡ് ഹൈഡുകൾ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ഈ റൂഫസ് നെക്ഡ് ഹോൺബിൽ എന്ന് പറഞ്ഞൊരു പക്ഷിയെ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു അവിടെ കുറേയേറെ നെസ്റ്റുകളും കുറേയേറെ നല്ല പോപ്പുലേഷനും ഈ റൂഫസ് നെക്ക് ഹോൺബിലിൻ്റെ പോപ്പുലേഷൻ ഈ ലാക് പഞ്ചർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉണ്ട്. അടുത്തത് ബ്രൗൺ ഹോൺബിൽ. ഇതിന് വേറെ 2 ഇംഗ്ലീഷ് പേരുണ്ട്. ഓസ്റ്റൻസ് ബ്രൗൺ ഹോൺബിൽ എന്നും വൈറ്റ് ത്രോട്ടഡ് ഹോൺബിൽ എന്നും. ഇത് ആക്ച്വലി ബ്രൗൺ കളറിലുള്ളൊരു ഹോൺബിലാണ്. ഇതിൻ്റെ കഴുത്തിലൊക്കെ നല്ല വെള്ള കളർ പ്രോമിനൻ്റ് ആയിട്ടുണ്ട്. ഇതിന് നല്ല മഞ്ഞ കൂടിയ ബീക്കാണുള്ളത്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് ഈ ബ്രൗൺ ഹോൺബിലിനെ തിരിച്ചറിയാനായിട്ട് പറ്റും. ഇത് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലെ വളരെ ചുരുക്കം ചില കാടുകൾ മാത്രമാണ് കാണപ്പെടുന്നത്. മറ്റു ഹോൺബിലുകളെ അപേക്ഷിച്ച് ഇന്ത്യയിൽ കാണുന്ന ഏറ്റവും റയറസ്റ്റ് ആയിട്ടുള്ള ഒരു ഹോൺബിലുകളിൽ ഒന്നാണ് ഈ ബ്രൗൺ ഹോൺബിൽ. ഈ ബ്രൗൺ ഹോൺബിലിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഹോൺബിലിനെ കുറിച്ച് നേരത്തെ പറഞ്ഞപ്പോഴത്തേക്കും ഒരു കാര്യം പറഞ്ഞല്ലോ, ഒരു കൂട് കൂട്ടുന്ന സമയത്ത് പെൺ ഹോൺബിൽ അകത്ത് പോയിരുന്നിട്ട് ആൺ ഹോൺബിലുകളാണ് വന്ന് തീറ്റ കൊടുക്കുന്നത്. പക്ഷേ ഈ ബ്രൗൺ ഹോൺബിലിൻ്റെ ഒരു പ്രത്യേകത പല പ്രാവശ്യം ഒബ്സർവ് ചെയ്തിട്ടുള്ള ഈ ബ്രൗൺ ഹോൺബിലുകളൊക്കെ ഒരു കൂട്ടമായിട്ടാണ് കഴിയുന്നത്. അപ്പോൾ ഒരു പേര് നെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഹെൽപ്പേഴ്സ് എന്ന് പറഞ്ഞൊരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 1 വർഷം മുമ്പ് ഉണ്ടായ കുഞ്ഞുങ്ങളോ അതിന് മുമ്പുണ്ടായ കുഞ്ഞുങ്ങളൊക്കെ സ്ഥിരമായിട്ട് വന്നിട്ട് ഈ പെൺപക്ഷിക്ക് ഫുഡ് കൊണ്ട് കൊടുക്കുന്നതായിട്ട് പല പ്രാവശ്യം ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അത് ഈ ബ്രൗൺ ഹോൺബിലിൻ്റെ മാത്രമായിട്ടുള്ള ഒരു പ്രത്യേകതയാണ്, ഈ കമ്മ്യൂണലായിട്ട് ഇങ്ങനെ ഫിമെയിലിനെ ഫീഡ് ചെയ്യുന്നത്. ഇത് ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റിലെ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ കാണുന്നതോടൊപ്പം തന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ പല രാജ്യങ്ങളിലും ഈ ബ്രൗൺ ഹോൺബിലിനെ കാണപ്പെടുന്നുണ്ട്. അടുത്തത് നാർക്കോണ്ടം ഹോൺബിൽ.
ഇത് നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹങ്ങളിലുള്ള ഒരു ചെറിയൊരു ദ്വീപുണ്ട്. പോർട്ട് ബ്ലെയറിൽ നിന്ന് ഏകദേശം ഒരു 260 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ എത്തിപ്പെടുന്ന ഒരു സ്ഥലമാണ് നാർക്കോണ്ട എന്ന് പറഞ്ഞൊരു ഐലൻഡ്. ആ ദ്വീപിൽ മാത്രമാണ് ഇതിന് കാണപ്പെടുന്നത്. ഈ ദ്വീപിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 8 സ്ക്വയർ കിലോമീറ്റർ താഴെയാണ് ഈ ദ്വീപിൻ്റെ വലുപ്പം തന്നെ. അപ്പോൾ ആ ദ്വീപിൽ മാത്രമാണ് ഈ ഹോൺബിൽ കാണപ്പെടുന്നത്. ഏകദേശം 1000-ൽ താഴെ എണ്ണം ഉണ്ടെന്ന് മാത്രമാണ് കരുതപ്പെടുന്നത്. അതോടൊപ്പം തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ റൂഫസ് നെക്ഡ് ഹോൺബിലിനോട് കിടപിടിക്കുന്ന സൗന്ദര്യമുള്ളൊരു ഹോൺബിലാണ് ഈ നാർക്കോണ്ട ഹോൺബിൽ. നല്ല കറുത്ത നിറവും വാലൊക്കെ നല്ല വെളുത്ത നിറത്തിലും റൂഫസ് കളറിലുള്ള കഴുത്തും ചുവപ്പും മഞ്ഞയൊക്കെ കൂടിയിട്ടുള്ള അതിൻ്റെ ബീക്കും ഒക്കെ കൂടിയിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹോൺബിലാണ്. ഒരു പക്ഷേ ഈ ദ്വീപിന് എന്തെങ്കിലും നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യം പോകാൻ സാധ്യതയുള്ള ഒരു പക്ഷിയാണ് ഈ നാർക്കോണ്ട ഹോൺബിൽ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഹോൺബിലിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഏതെങ്കിലും ഹോൺബിലിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. കീപ് വാച്ചിങ് മൈ ചാനൽ. താങ്ക് യു സോ മച്ച്.